ഡോക്ടർമാരൊന്നുമില്ലാത്ത ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനെ പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട് അല്ലേ? നമ്മുടെ മെഡിക്കൽ കോളേജോ? അല്ല, അതിനെ പറ്റി അല്ല പറയുന്നു. അവിടെ ചെന്നാൽ ചിലപ്പോൾ അത്യാവശ്യത്തിന് ചെന്നാൽ ചിലപ്പോൾ ഡോക്ടർമാരൊന്നും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ഒരു എല്ല് പൊട്ടി ചെന്നാൽ ചിലപ്പോൾ എല്ല് ഡോക്ടർ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ എന്തെങ്കിലും പ്രശ്നമായി ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഹാർട്ടിൻ്റെ സ്പെഷ്യൽ ഡോക്ടർ ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു യന്ത്രം കേടായിരിക്കും, അല്ലെങ്കിൽ സ്റ്റഡ് ഇല്ല എന്ന് പറഞ്ഞിട്ട് മടക്കും. ഹാർട്ടിന് ബ്ലോക്കായിട്ട് ഈ അടുത്ത കാലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ സ്റ്റഡ് നിങ്ങൾ പുറമേ നിന്ന് വാങ്ങിക്കണം, എങ്കിൽ മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടൊരു കഥ നമ്മൾ കേട്ടു. അതൊന്നും അല്ല. ഡോക്ടർമാരില്ലാത്ത ഒരു വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരാൻ പോകുന്നു. ഞെട്ടണ്ട. കാരണം എന്താ? കഴിഞ്ഞ നൂറ്റാണ്ടിൽ പലതും നമ്മൾ സ്വപ്നത്തിലുണ്ടായിരുന്ന പലതും യാഥാർത്ഥ്യമായ നൂറ്റാണ്ടാണ് കഴിഞ്ഞു പോയത്. നമ്മുടെ ടെലിവിഷൻ, സ്മാർട്ട് ഫോണ്, അങ്ങനെ തുടങ്ങി നിരവധി റോബോട്ടിക് ബേസ്ഡ് ആയിട്ടുള്ള നിരവധി സംഭവങ്ങൾ. എന്തിന്? ഡ്രൈവർ ഇല്ലാത്ത കാർ, നമ്മുടെ റോട്ടിൽ കൂടെ ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ ഓടിപ്പോകുന്ന കാലം അത് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ. നമ്മുടെ നാട്ടിലും കേരളത്തിൽ പോലും എറണാകുളത്ത് അതിൻ്റെ എക്സ്പെരിമെൻ്റൽ സ്റ്റേജിൽ റോട്ടിലൂടെ ട്രയൽ റൺ തുടങ്ങിക്കഴിഞ്ഞു. ഇത് പറയാൻ പോകുന്ന അങ്ങനെയല്ല. നമ്മളൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം മനുഷ്യൻ്റെ എല്ലാ ആശയും മോഹവും ഒക്കെ തീരും. മനുഷ്യൻ്റെ എല്ലാ അഹങ്കാരവും അഹംഭാവവും ഒക്കെ തകർന്നു പോകുന്ന ഒരു ഘട്ടമാണ്. ഓടി ചെല്ലുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോയില്ലേ? ഇനി അങ്ങനെ വേണ്ടിവരില്ല എന്നുള്ളതാണ്. അതറിയണ്ടേ നമുക്ക് ഡീറ്റെയിൽസ്? അതിനു മുമ്പ് സ്പേസ് മലയാളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ വിശകലനം ചെയ്ത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അതിനായി ഇപ്പോൾ തന്നെ സ്പേസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് വെച്ചോളൂ. സബ്സ്ക്രൈബ് ചെയ്തോ? ബെല്ലൈക്കൺ എനാബിൾ ചെയ്തോ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ വിഷയം നമുക്കൊന്ന് വിശദമായി നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഡോക്ടർ ഇല്ലാത്ത ഒരു വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അത് വരുമോ എന്നോ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നുള്ളതാണ് ചൈനയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട്. കംപ്ലീറ്റ്ലി AI ബേസ്ഡ് ഒരു ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റല് ഇപ്പോൾ ഒരു ട്രയൽ സ്റ്റേജിലാണ്. ഏജന്റ് ഹോസ്പിറ്റലാണ്. ഏജന്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ലോകത്തിലെ ആദ്യത്തെ AI ബേസ്ഡ് വെർച്വൽ ഹോസ്പിറ്റൽ ചൈനയിൽ നിലവിൽ വന്നു. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സിംഗ്വ യൂണിവേഴ്സിറ്റിയാണ്. ചൈനയിലെ സിംഗ്വ യൂണിവേഴ്സിറ്റിയാണ് ഈ ഹോസ്പിറ്റൽ തുടങ്ങിയിരിക്കുന്നത്. അത് കംപ്ലീറ്റ് AI ബേസ്ഡ് ആണ്. വെർച്വൽ ഹോസ്പിറ്റലാണല്ലോ. ഇപ്പൊ യഥാർത്ഥത്തിൽ ഒരു ഫിസിക്കൽ അവിടെ അങ്ങനെ ട്രീറ്റ്മെന്റ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നില്ല. എല്ലാം എക്സ്പെരിമെന്റൽ ബേസിസിലാണ്. ഡോക്ടർ, മെഡിക്കൽ സിസ്റ്റം എല്ലാം വെർച്വലാണ്. പേഷ്യൻസ് വെർച്വലാണ്. ഇപ്പൊ അവിടെ പോയ ചികിത്സയൊന്നും ആരംഭിച്ചിട്ടില്ല. അതിന്റെ ഒരു ട്രയൽ റൺ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടില്ല. അല്ലെങ്കിൽ ഈ ദശകത്തിൽ, അല്ലെങ്കിൽ 2035 ലോകം മുഴുവൻ AI ബേസ്ഡ് ഹോസ്പിറ്റൽ വരും. അപ്പോൾ ഈ ഡോക്ടർമാരുടെ ഒന്നും ആവശ്യം തന്നെ ഉണ്ടാവില്ലേ എന്ന് നിങ്ങൾ പേടിക്കേണ്ട. കാരണം ഇപ്പോൾ MBBS പഠിക്കുന്ന, മെഡിസിനൊക്കെ വലിയ തോതിൽ പണം ചെലവാക്കി പഠിക്കുന്നവർ, അല്ലെങ്കിൽ വളരെ മോഹത്തോടു കൂടെ പഠിക്കുന്നവർക്കൊക്കെ തൊഴിൽ നഷ്ടപ്പെടുമോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ അതിനെപ്പറ്റി ഒരു ഉത്തരം പറയാൻ ആളെയല്ല. കാരണം ഒരു 19 കൊല്ലം മുമ്പുണ്ടായിരുന്ന പല തൊഴിലും ഇന്ന് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താ? അതെല്ലാം തന്നെ യന്ത്രങ്ങൾ കൈയടക്കി കഴിഞ്ഞു. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതോടുകൂടി എല്ലാ രംഗങ്ങളും, ഇപ്പോൾ ഈ ഡ്രൈവർ ഇല്ലാത്ത കാറെന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. എല്ലാം ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അവിടെ കയറി ഇരുന്ന് കൊടുത്താൽ മാപ്പ് നോക്കും, അത് പോകും. ഒരു മാർഗ്ഗ തടസ്സങ്ങളും ഇല്ലാണ്ട് ട്രാഫിക് സിഗ്നലിൽ നിൽക്കും. ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ ബ്രേക്ക് ചെയ്യും. സൈഡിലൊരു വണ്ടി വന്നാൽ അത് സ്റ്റോപ്പ് ചെയ്യും. എല്ലാ വിധത്തിലുള്ള സേഫ് കൺട്രോൾ മെഷേഴ്സ് എടുത്തുകൊണ്ട് ഇപ്പം നമ്മുടെ റോഡ് മാർഗം അതും ഒരു 10 കൊല്ലത്തിനകം നമ്മുടെ കേരളത്തിലെ ഗ്രാമങ്ങളിലൂടെ വരെ അത്തരം കാറുകൾ ഓടുന്ന കാലത്താണ് ഇപ്പം ഞാൻ പറയുന്നത് ബേസ്ഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഇന്ന് വരാൻ പോകുന്നു. എല്ലാ കാര്യത്തിലും, ഈ ടെക്നോളജിയുടെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ചൈന തന്നെയാണ്. നിങ്ങൾ എന്തൊക്കെ ചൈനയെ കുറ്റം പറഞ്ഞാലും, കമ്മ്യൂണിസ്റ്റുകാരാണ്, ഏകാധിപത്യമാണ്, ആനയാണ്, ചേനയാണ് എന്നൊക്കെ പറഞ്ഞാലും അവിടെയുള്ള ടെക്നോളജിയുടെ ഒരു 100-ൽ1 അംശം പോലും ഇന്ത്യക്ക് കൈവരിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടറിയുമ്പോൾ വേണം അതിനെയൊക്കെ വിമർശിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സംഭവമാകാൻ പോവുകയാണ്. നിങ്ങൾ ജസ്റ്റ് അങ്ങോട്ട് ചെന്നിട്ട് AI ബേസ്ഡ് ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ നിങ്ങളൊരു മെഷീൻ നിങ്ങളെ വിശകലനം ചെയ്യും. നിങ്ങളുടെ രോഗം ഇന്നതാണെന്ന് പറയും. നിങ്ങളോട് ഇന്ന ബെഡിൽ കിടക്കാൻ അത് ഓർഡർ ചെയ്യും. ആ ബെഡ് കിടന്നാൽ നിങ്ങളെ പരിശോധിക്കും, നിങ്ങളെ സ്കാൻ ചെയ്യും, നിങ്ങളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, നിങ്ങളെ രോഗം കണ്ടെത്തും, നിങ്ങളെ എന്ത് ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ അത് മെഡിസിൻസ് കുറിച്ച് തരും. അതല്ല സർജറി വേണ്ടതാണെങ്കിൽ സർജറിയുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ മൂവ് ചെയ്യിക്കും.
അവിടെ ചെന്ന് എല്ലാം AI ബേസ്ഡ് ആയിട്ടുള്ള സർജറിയൊക്കെ കഴിച്ച് നിങ്ങൾക്ക് സുഖമായി വീട്ടിലേക്ക് പോരാൻ പറ്റുന്ന ഒരു കാലം വരും. ഇതൊക്കെ വെറുതെ പുളുവടിക്കരുത് CP എന്ന് നിങ്ങൾ പറഞ്ഞാലും അതാണ് നടക്കാൻ പോകുന്നത്. ഇത് സംഭവിക്കും. കാരണം നമ്മൾ പണം തരുന്ന യന്ത്രമുണ്ടാകുമോ എന്ന് പറഞ്ഞ ATM മെഷീനെ കളിയാക്കിയവരുണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡ്രൈവർ ഇല്ലാതെ ഒരു കാർ ഓടുമോ എന്ന് നമ്മൾ അത്ഭുതം കൂറിയിരുന്നു. അപ്പം ഇതും സംഭവിക്കും. AI തന്നെ വിവിധ രോഗങ്ങളെ നിശ്ചയിക്കുന്ന സ്പെഷ്യലിസ്റ്റുകളൊക്കെ ഉണ്ടാവും. അത്തരത്തിൽ വലിയ ഹോസ്പിറ്റലുകൾ നാട് മുഴുവൻ വന്നാൽ വലിയൊരു അത്ഭുതമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ചൈനയിലെ ഇപ്പൊ സിംഗുവ യൂണിവേഴ്സിറ്റി ഓൾറെഡി ഇത് ആരംഭിച്ചു കഴിഞ്ഞു. ഹോസ്പിറ്റൽ മൊത്തം റൺ ചെയ്യുന്നത്, ഇത്തരം ഹോസ്പിറ്റലുകൾ മൊത്തം റൺ ചെയ്യുന്നത് അവിടെ മനുഷ്യരെ ഉണ്ടാവില്ല, എല്ലാം AI ഏജൻസ് ആണ്. അതിന്റെ എല്ലാം ആ ഹോസ്പിറ്റലിന്റെ A to Z കാര്യങ്ങൾ ചെയ്യുന്നത് AI ഏജൻസ് ആയിരിക്കും. 10 ഡോക്ടർമാരെ AI, ഒരു 5 നേഴ്സുമാരെ AI, ബാക്കി ഓഫീസ് സ്റ്റാഫ് എല്ലാം AI. രോഗം ഡയഗ്നൈസ് ചെയ്യുന്നത്, അതിന്റെ ട്രീറ്റ്മെന്റ് പ്ലാൻ തരുന്നത്, അതിന്റെ സർജറി ചെയ്യുന്നത്, എല്ലാ തരത്തിലുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റും AI ബേസ്ഡ് ഏജൻസ് ആണ് ചെയ്യാം. എന്ന് മാത്രമല്ല, നമുക്ക് ഇവിടെയൊക്കെ സാധാരണ ഒരു ഹോസ്പിറ്റലിന് കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന നമ്പർ ഓഫ് പേഷ്യൻസിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവില്ലേ. പക്ഷെ ഇവിടെ ഈ ഏജൻസ് ഹോസ്പിറ്റൽ ഒരു ദിവസം 10,000 പേഷ്യൻസിനെ വെർച്വൽ പേഷ്യൻസിനെയാണ് ഇത്ര കൈകാര്യം ചെയ്ത് വിടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അടുത്ത സ്റ്റേജ്, അതിൻ്റെ ഡെവലപ്ഡ് സ്റ്റേജിലൊക്കെ എന്തായിരിക്കും, 1,00,000 പേര് ചെന്നാലും സുഖമായി ട്രീറ്റ്മെൻറ്റ് നടത്തി പോകാവുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ കാര്യങ്ങൾ മാറാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇയാൾ എന്തോ പൊട്ടത്തരം വിളിച്ച് പറയുകയാണോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ അതല്ല, ഇത് യാഥാർത്ഥ്യമാകും. നമ്മുടെയൊക്കെ ജീവിത കാലഘട്ടത്തിൽ തന്നെ ഇത് കാണാൻ കഴിയും എന്നുള്ളത് എഴുതി വെച്ചോളൂ. ഇതിൻ്റെയൊക്കെ പെർഫോമൻസ് ലെവലിൻ്റെ ഒരു റേറ്റിംഗ് ഇപ്പോൾ ഉള്ളത് ആ ഏജൻസ് ഹോസ്പിറ്റലിൽ 93% അക്യുറസിയാണ് അത്ര അവരുടെ ആ ട്രീറ്റ്മെൻറ്റ്. ഒരു വെർച്വൽ പേഷ്യൻറ്റിനെ ചെക്ക് ചെയ്തപ്പോൾ 93% കേസുകളിലും അത് കറക്റ്റായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ അത് മനുഷ്യനെ റീപ്ലേസ് ചെയ്യാനോ ഡോക്ടർമാരൊക്കെ റീപ്ലേസ് ചെയ്യാനോ വേണ്ടിയല്ല ഇപ്പോൾ ഇതിരിക്കുന്നത്. ഇപ്പോൾ മനുഷ്യരായ ഡോക്ടർമാരെ സഹായിക്കാനായിട്ട് ഇത്തരം AI ഡോക്ടർമാരുടെ സേവനം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്, ഒരു ഡോക്ടർ ഉണ്ടായാൽ തന്നെ ചിലപ്പോൾ ഒരു 10-100 AI അസിസ്റ്റന്റുമാരുണ്ടായി ഈ ഒരു ഡോക്ടർക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാവുന്ന ഒരു കാര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇനി വരുന്ന കാലങ്ങളിൽ, ഇനി വരുന്ന നാളുകളിൽ ചൈന ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഈ അത്ഭുത പ്രതിഭാസമായിരിക്കും എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്താ ഇതൊക്കെ കേട്ടിട്ട് തോന്നുന്നെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ താങ്ക് യു.